Alright guys, welcome back to my channel. This is me Swetha. ഇന്ന് ദിവാലി മേക്കപ്പ് ട്യൂട്ടോറിയലാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ഭയങ്കര എളുപ്പമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ലുക്കാണ് ഇത്. മെറ്റാലിക് ഒരു തിളങ്ങുന്ന ഡൂയി ഗ്ലോയി മേക്കപ്പാണ്. പക്ഷേ ഇത് ഞാൻ ആക്ച്വലി ഭയങ്കര എളുപ്പം. ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം ഞാൻ ഒലേ മോയ്സ്ചറൈസർ വെച്ചിട്ടാണ് ഫേസ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോവാണ്. ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല ഈ ഒരു ലുക്കിന് വേണ്ടിയിട്ട്. ഞാൻ ഈ ഒരു കൺസീലർ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഡെർമ കളർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസീലറാണ്. ഇത് പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ യൂസ് ചെയ്യുന്നതാണ്. ഭയങ്കര നല്ലതാണ്. ഞാൻ ഇതിൻ്റെ ലിങ്ക് താഴെ എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും ഡീറ്റെയിൽസൊക്കെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും. സോ ഇതിപ്പോൾ ഞാൻ ബേസിക്കലി എൻ്റെ ഡാർക്ക് സർക്കിൾസിലും പിന്നെ എവിടെയൊക്കെ എനിക്ക് പിഗ്മെൻറ്റേഷൻ ഉള്ള അവിടെയൊക്കെ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പൗഡർ ഫൗണ്ടേഷൻ ആണ്, അത് ബേസിക്കലി കോമ്പാക്റ്റ് പോലെ തന്നെയാണ്. ലാക്മേയുടെ 95 പൗഡർ ഫൗണ്ടേഷൻ ഫേസിൽ ഫുള്ള് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നമ്മളിപ്പോൾ യൂസ് ചെയ്ത കൺസീലർ എല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ് ചെയ്യാം. സോ വൺസ് ദാറ്റ്സ് ഡൺ ഞാൻ എൻ്റെ ഐബ്രോസ് ചെയ്യാണ്. ഇത് മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണിത്. ഭയങ്കര അഫോർഡബിളും നല്ല പ്രൊഡക്റ്റുമാണ്. സോ അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനത് ബ്ലെൻഡ് ചെയ്യാണ്. ഞാൻ അത് കഴിഞ്ഞിട്ട് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഒരു ഐഷാഡോ പാലറ്റാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ഒരു നൂഡ് ബ്രൗൺ കളർ ആദ്യം എടുത്തിട്ട്, ബേസിക്കലി ഞാൻ ഈ ഒരു ട്യൂട്ടോറിയൽ ഫുള്ളൊരു ബ്രൗണിൻ്റെ ഷെയ്ഡ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. സോ ഇതാദ്യം ലിഡ് നമ്മുടെ കണ്ണിൻ്റെ മേലെ ഫുള്ളായിട്ട് അതങ്ങ് അപ്ലൈ ചെയ്യും. പിന്നെ ആ സെയിം കളറിൻ്റെ ഒരു ഷിമ്മറി ഷെയ്ഡ് എടുത്തിട്ട് ലിഡിൻ്റെ മേലെ ഇങ്ങനെ കൈ കൊണ്ട് അപ്ലൈ ചെയ്യും. സോ ദാറ്റ് ആ ഒരു ഗ്ലോയി ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഭയങ്കര ഒരു ഫ്രഷ് ഗ്ലോയി ലുക്കാണ് ഈ ന്യൂഡ് കളേഴ്സ് വെച്ച് മാത്രം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക. സെയിം ആ ബ്രൗൺ കളർ വെച്ചിട്ട് താഴെയും കൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. പിന്നെ അതിന് ശേഷം ഞാൻ ഈ ഹൈലൈറ്റർ എടുത്തിട്ട് അത് നമ്മുടെ ബ്രൗ ബോണിൻ്റെ മേലെ ഒന്ന് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ ബ്രൗ ബോൺ നല്ല ഹൈലൈറ്റ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ്, നല്ല എടുത്ത് കാണാൻ വേണ്ടിയിട്ടാണ് ഷേപ്പ്. പിന്നെ അതിനുശേഷം ഞാൻ മിസ് ക്ലെയറിൻ്റെ ബ്ലഷ് പാലറ്റിൽ ഒരു ബ്രൗൺ ഷെയ്ഡ് എടുത്ത് ചെറുതായിട്ടൊന്ന് കോൺടൂർ ചെയ്യുക. അതായത് ബേസിക്കലി നമ്മുടെ ഫേസിനൊരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോൺടൂർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫേസിനേക്കാളും കുറച്ചൊരു ഡാർക്ക് ഷെയ്ഡ് എടുത്തിട്ട് ഈ ഭാഗങ്ങളിലാണ് നമ്മൾ കോൺടൂർ ചെയ്യുക യൂഷ്വലി. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സെയിം പാലറ്റിൻ്റെ തന്നെ ഒരു പിങ്ക് കളർ എടുത്തിട്ട് ബ്ലഷായിട്ട് യൂസ് ചെയ്യാണ്. അത് നമ്മുടെ ചീക്സിൽ മാത്രമായിട്ട് ചെറുതായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നൗ ഈ ഹൈലൈറ്ററാണ് ഈ ലുക്കിന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ആ തിളങ്ങിയ ആ ഒരു ഫ്രഷ് ഗ്ലോയി ലുക്ക് കിട്ടണമെങ്കിൽ ഞാൻ കാണിച്ചിരിക്കുന്ന ഏരിയയിലൊക്കെയാണ് മെയിൻലി ഹൈലൈറ്റർ യൂസ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ പാക്കിൻ്റെ ലാഷസ് ആണ് യൂസ് ചെയ്യുന്നത്. എല്ലാ ഡീറ്റെയിൽസും താഴെ ഉണ്ടാവും. ആഫ്റ്റർ ദാറ്റ് കളർബാറിൻ്റെ മസ്കാര വെച്ചിട്ട് നമ്മുടെ ഒറിജിനൽ ലാഷസ് ഫേക്ക് ലാഷസ് ആയിട്ടൊന്ന് മേർജ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സോ ഞാൻ ആദ്യം ഈ ഒരു വെരി നൂഡ് പിങ്ക് കളറാണ് യൂസ് ചെയ്തത്. ഇത് ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ എഴുതാം. പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര പിങ്കായിട്ട് തോന്നി. ഇറ്റ്സ് ആക്ച്വലി റിയലി പ്രിട്ടി, പക്ഷേ ഭയങ്കര പിങ്കായിട്ട് തോന്നിയോണ്ട് ഞാൻ ആ ലിപ്സ്റ്റിക്കിൻ്റെ മേലെ കുറച്ചൊന്ന് നൈക്കാൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡ് കുറച്ചൊന്ന് ടച്ച് ചെയ്ത് കൊടുത്തു. ബിക്കോസ് എനിക്ക് ആ ഒരു ബ്രൗൺ ഷെയ്ഡായിരുന്നു മൊത്തമായിട്ട് വേണ്ടത്. സോ നൈക്കാൻ്റെ ഈ ഒരു ബോൺ എന്ന് പറഞ്ഞൊരു ഷെയ്ഡിൽ ലിപ്സ്റ്റിക്ക് അതിൻ്റെ മേലെ ഒന്നും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തപ്പോൾ പ്രോപ്പർ ബ്രൗൺ നൂഡ് കിട്ടി. സോ ഈ യൂസ് ചെയ്ത എല്ലാ പ്രോഡക്ട്സും ഭയങ്കര അഫോർഡബിൾ പ്രോഡക്ട്സാണ്. എല്ലാം ഭയങ്കര റേറ്റ് കുറവാണ്. എല്ലാം ഡീറ്റെയിൽസ് താഴെ ഉണ്ടാവും. സോ അതും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലുക്ക് കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ. ഇറ്റ്സ് വെരി വെരി ഈസി. ഞാൻ ഇപ്പോൾ ഹൈലൈറ്റർ കുറച്ചും കൂടെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു മെറ്റാലിക് ലുക്ക് കിട്ടാൻ. So that's about it guys. I hope you guys liked this. If you did, give it a big thumbs up. ആർക്കെങ്കിലുമൊക്കെ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ഫ്രണ്ട്സിനൊക്കെ കാണിച്ചു കൊടുക്കുക. കമൻറ്റ് ഡൗൺ ബിലോ ഇത് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി എന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. സോ ഐ വിൽ see you guys next Monday. Till then, happy Diwali. Keep smiling, be happy. I love you guys.